ഹലോ എവരിവൺ, ഇന്ന് നമുക്ക് സാഹിത്യ ദർപ്പൺ എന്ന പുസ്തകത്തിലെ ഭയ് നിബന്ധനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഭയ് നിബന്ധ് എഴുതിയിരിക്കുന്നത് ആചാര്യ രാംചന്ദ്ര ശുക്ല. നിബന്ധ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന ഉപന്യാസം, ഇംഗ്ലീഷിൽ എസ്സേ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം ഭയ് ഏതു വിധയാണ് എന്ന് ചോദിച്ചാൽ നിബന്ധ്. എഴുതിയിരിക്കുന്നത് ആചാര്യ രാംചന്ദ്ര ശുക്ല. നിബന്ധിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് രാംചന്ദ്ര ശുക്ലിനെ കുറിച്ച് കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് നോക്കാം, പരിചയപ്പെടാം. ആചാര്യ രാംചന്ദ്ര ശുക്ല ഹിന്ദി के सर्वप्रमुख आलोचक और निबंधकार हैं. ഹിന്ദി സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എസ്സേയിസ്റ്റും അതുപോലെ തന്നെ നിരൂപകനുമാണ്, ക്രിട്ടിക്കുമാണ് आचार्य रामचंद्र शुक्ल എന്ന് പറയുന്നത്. उन्होंने साहित्य के इतिहास को सचमुच इतिहास बनाया. ഹിന്ദി സാഹിത്യത്തിൻ്റെ ചരിത്രം, ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചറിന് ശരിയായ ഒരു രൂപം ഉണ്ടാക്കി കൊടുത്ത വ്യക്തിയാണ് ആചാര്യ രാംചന്ദ്ര ശുക്ല. അതായത് ഇദ്ദേഹത്തിന് മുൻപ് വരെ ധാരാളം ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്രത്തോളം ക്രമബദ്ധമല്ലായിരുന്നു, സിസ്റ്റമാറ്റിക് അല്ലായിരുന്നു. ഇദ്ദേഹമാണ് കൃത്യമായ ഒരു രീതി അവലംബിച്ചുകൊണ്ട് ഹിന്ദി സാഹിത്യത്തിൻ്റെ ചരിത്രം ആദ്യമായിട്ട് നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നാണ് ബാക്കിയുള്ളവരെല്ലാം हिस्ट्री ऑफ हिंदी लिटरेचर എഴുതി തുടങ്ങുന്നത്. उनके भाव या मनोविकार संबंधी निबंध अत्यंत महत्वपूर्ण है. ആചാര്യ രാമചന്ദ്ര ശുക്ല ധാരാളം എസ്സേസ് എഴുതിയിട്ടുണ്ട്. അതിൽ സൈദ്ധാന്തികപരമായ തിയററ്റിക്കലായ എസ്സേസും ഉണ്ട്, നമ്മളെ കുറച്ച് ചിന്തിപ്പിക്കുന്നു, സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള തരത്തിലുള്ള എസ്സേസും ഉണ്ട്. അതുപോലെ തന്നെ മനുഷ്യ മനസ്സിലെ വികാരങ്ങളെയും ഭാവങ്ങളെയും ഒക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള എസ്സേസും ഉണ്ട്. അതാണ് ഭാവ് യാ മനോവികാർ സംബന്ധി നിബന്ധ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഭയ് എന്ന നിബന്ധ് ഭാവ് യാ മനോവികാർ സംബന്ധി നിബന്ധ് ആ കാറ്റഗറിയിൽ വരുന്നതാണ്. പ്രമുഖ് രചനയെ ആചാര്യ രാമചന്ദ്ര ശുക്ലിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഹിന്ദി സാഹിത്യ ഇതിഹാസ്, ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചറാണ്. രണ്ടാമത്തേത് രസമീമാംസ, പിന്നെ വിചാർ വീഥി, 4 ചിന്താമണി. ഇതെല്ലാം കളക്ഷൻസ് ആണ്, എസ്സേസിൻ്റെ കളക്ഷൻസ് ആണ്. അതിൽ ചിന്താമണി എന്ന എസ്സേ കളക്ഷനകത്താണ് നമുക്ക് പഠിക്കാനുള്ള ഭയ് നിബന്ധ് ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്ക് നിബന്ധിലേക്ക് കടക്കാം. ഭയ് आचार्य रामचंद्र शुक्ल. किसी आती हुई आपदा की भावना या दुख के कारण के साक्षात्कार से जो एक प्रकार का आवेगपूर्ण अथवा स्तंभकारक मनोविकार होता है, उसी को भय कहते हैं. തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ ശുക്ലജി ഭയത്തിൻ്റെ പരിഭാഷ എന്ന് പറഞ്ഞാൽ നിർവചനമാണ് പറഞ്ഞിരിക്കുന്നത്, ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. ആചാര്യ രാമചന്ദ്ര ശുക്ലിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഭയം? किसी आती हुई आपदा की भावना या दुख के कारण के साक्षात्कार से जो एक प्रकार का आवेगपूर्ण अथवा स्तंभकारक मनोविकार होता है, उसी को भय कहते हैं. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നു, എന്തെങ്കിലും ഒരു വിഷമം, അപകടം, ദുഃഖം ഒക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു തോന്നൽ, അതും അല്ലെങ്കിൽ ദുഃഖ കെ കാരൺ കെ സാക്ഷാത്കാർ സെ, നമുക്ക് പ്രയാസം ഉണ്ടാകുന്ന എന്തോ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന എന്തോ ഒരു സംഭവം നമ്മൾ കാണുന്നു, നമുക്ക് മനസ്സിലാവുന്നു ഇന്ന ഒരു കാരണം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് നമുക്കൊരു അപകടം സംഭവിക്കാൻ പോകുകയാണ് എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത്, നമ്മുടെ മനസ്സിൽ ആ ഒരു ബോധം ഉണ്ടാവുന്ന സമയത്ത് एक प्रकार का आवेगपूर्ण अथवा സ്തംഭകാരക് മനോവികാർ, നമുക്ക് ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ആവേഗപൂർണമായിട്ടുള്ള ഒരു മനോവികാരം. ആവേഗപൂർണ്ണം എന്ന് പറഞ്ഞാൽ നമ്മളെ അവിടെ പിടിച്ചു നിർത്തും, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല, ആ നിമിഷം നമ്മൾ സ്തബ്ധരായി പോവുകയാണ് ചെയ്യുന്നത്. കൈയും കാലും ഒന്നും അനക്കാൻ പറ്റത്തില്ല, ആകപ്പാടെ വിയർത്ത് കുളിച്ച് നിന്ന നിപ്പിൽ തന്നെ നിൽക്കും, അനങ്ങാൻ പോലും പറ്റത്തില്ല. സ്തംഭകാരക്, അങ്ങനെ അനങ്ങാൻ പോലും പറ്റാതെ നിന്ന നിപ്പിൽ തന്നെ നിന്നു പോകുന്ന ഒരു മനോവികാരമാണ് ഭയം എന്ന് പറയുന്നത്. നമ്മുടെ നെഞ്ചിടിപ്പൊക്കെ കൂടും, നമുക്ക് കൈയും കാലും ഒന്നും അനക്കാൻ പറ്റത്തില്ല, പക്ഷെ നമ്മളെല്ലാം വിയർത്ത് ഉള്ളം കൈയൊക്കെ തണുത്ത് മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ആ സമയത്ത് നമുക്ക് ബോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ
ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഉസീക്കോ ഭയ കഹത്തെ ഹെ. അപ്പം എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് അനുഭവപ്പെടുന്ന ആ ഒരു വികാരം. किसी आती हुई आपदा की भावना या दुख के कारण के साक्षात्कार से जो एक प्रकार का आवेगपूर्ण अथवा स्तंभकारक मनोविकार होता है उसी को भय कहते हैं. അപ്പോൾ ഭയ എന്താണ്, ഭയ ക്യാ ഹെ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഭയക്ക് പരിഭാഷ ബതായിയെ എന്ന് പറഞ്ഞാൽ എഴുതേണ്ട ആൻസർ ആണ് ആ ഫസ്റ്റ് സെൻറ്റൻസ്. കിസി ആത്തി ഹുയി ആപദ കി ഭാവന യാ ദുഃഖ के कारण के साक्षात्कार से जो एक प्रकार का आवेगपूर्ण अथवा स्तंभकारक मनोविकार होता है उसी को भय कहते हैं. बाकी नोकाम. क्रोध दुख के कारण पर प्रभाव डालने के लिए आगुल करता है और भय उसकी पहुंच से बाहर होने के लिए. അതായത് നേരത്തെ പറഞ്ഞു നമ്മൾക്ക് എന്തോ ഒരു കാരണം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ പോവുകയാണ് എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാവും. അപ്പോൾ അതേസമയം ആ കാരണം എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വേറെ ആരെയോ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നു, അപ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ട് എന്നോട് ദേഷ്യം തോന്നും. ഞാൻ കാരണം അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നു എന്ന് അയാൾ തിരിച്ചറിയുന്ന ആ സമയത്ത് അയാൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും. അപ്പോൾ അവിടെ അങ്ങനെയാണ് ദേഷ്യം രൂപപ്പെടുന്നത്. അതേസമയം മറുവശത്ത് അയാൾക്കൊരു ഭയം ഉണ്ടാവും, അയ്യോ ഇന്ന കാരണം കൊണ്ട് എനിക്കൊരു ആപത്ത് വരാൻ പോവാണ്. അപ്പോൾ ആ ഭയം അയാളെ എന്തിനു വേണ്ടി പ്രേരിപ്പിക്കും? ആ ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും പ്രേരിപ്പിക്കും. ക്രോധ ദുഃഖ കെ കാരൺ കെ സ്വരൂപ ബോധ കെ ബിനാ നഹീ ഹോത. അപ്പോൾ ഈ ദേഷ്യം തോന്നണമെങ്കിൽ നമുക്ക് ആപത്തുണ്ടാക്കുന്ന, ദുഃഖം ഉണ്ടാക്കുന്ന കാരണം എന്താണെന്ന് പ്രത്യക്ഷമായിരിക്കണം, വിസിബിൾ ആയിരിക്കണം. നമുക്കറിയാൻ പറ്റണം, ഇന്ന ആൾ കാരണമാണ് നമുക്ക് പ്രയാസം ഉണ്ടാവാൻ പോകുന്നത് എന്ന് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് അയാളോട് ക്രോധം ഉണ്ടാവുന്നത്. यदि दुख का कारण चेतन होगा और समझा जाएगा कि उसने जानबूझकर दुख पहुंचाया है तभी क्रोध होगा. ഇനി നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി, ആ പ്രയാസം ഉണ്ടായ കാരണം നമുക്ക് മുൻപിൽ വിസിബിളാണ്. അതായത് വേറെ ഏതെങ്കിലും ഒരു മനുഷ്യനാണ് നമ്മൾക്ക് ദുഃഖം ഉണ്ടാക്കി തന്നത്, നമ്മുടെ കൂടെ നടക്കുന്ന സുഹൃത്തോ അല്ലെ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും പാര വെച്ചിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാവുകയാണ്. നമ്മൾ അത് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് അയാളോട് ദേഷ്യം ഉണ്ടാവും. यदि दुख का कारण चेतन होगा और यह समझा जाएगा कि उसने जानबूझकर दुख पहुंचाया है तभी क्रोध होगा. ആ വ്യക്തി നമ്മളെ മനഃപൂർവ്വം ദ്രോഹിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ അയാളോട് നമുക്കൊരു ദേഷ്യം തോന്നും. അപ്പം ദേഷ്യം തോന്നണമെങ്കിൽ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കണം. ആര് മുഖേനയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായതെന്ന് നമുക്ക് അറിയാൻ പറ്റണം. पर भय के लिए कारण का निर्दिष्ट होना जरूरी नहीं. इतना भर मालूम होना चाहिए कि दुख या हानि पहुंचेगी. അപ്പം ദേഷ്യം വരണമെങ്കിൽ കാരണം കൃത്യമായിട്ട് വിസിബിൾ ആയിരിക്കണം. പക്ഷേ ഭയം തോന്നണമെങ്കിൽ കാരണം വിസിബിൾ ആകണമെന്നില്ല. അതിനെക്കുറിച്ചൊരു തോന്നൽ മാത്രം മതി. നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടായാൽ മാത്രം മതി. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നു എന്നൊരു ബോധം ഉണ്ടായാൽ മാത്രം മതി നമുക്ക് പേടി തോന്നാനായിട്ട്. ഇന്ന ആൾ നമുക്കിട്ട് പാര വെച്ചിട്ടുണ്ട്, നമുക്ക് ഇന്ന പ്രയാസങ്ങൾ വരാൻ പോവുകയാണ് എന്ന് തോന്നുമ്പോൾ തന്നെ, മനസ്സിലാവുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നും. यदि कोई ज्योतिषी किसी गंवार से कहे कि कल तुम्हारे हाथ पांव टूट जाएंगे तो उसे क्रोध न आएगा, भय होगा. पर उसी से यदि कोई दूसरा आकर कहे कि कल अमुक अमुक तुम्हारे हाथ पैर तोड़ देंगे तो वह तुरंत त्योरी बदलकर कहेगा कि कौन है हाथ पैर तोड़ने वाला, देख लूँगा. ഭയവും ക്രോധവും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരു എക്സാമ്പിൾ വഴി ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ശുക്ലജി. അദ്ദേഹം പറയുന്നു, തനി നാടനായ ഒരാളോട് ഒരു ജ്യോത്സ്യൻ വന്നിട്ട് പറയാണ്, നാളെ നിൻ്റെ കൈയും കാലുമൊക്കെ ഒടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഗ്രാമീണൻ്റെ ഉള്ളിൽ ദേഷ്യമല്ല തോന്നുന്നത്, മറിച്ച് ഭയമാണ് തോന്നുന്നത്. തൻ്റെ കൈയും കാലും നാളെ ഒടിയും എന്നൊരു തോന്നലുണ്ടാവുമ്പോൾ തന്നെ, മനസ്സിൽ ആ ഒരു തോന്നലുണ്ടാവുമ്പോൾ തന്നെ ഭയം തോന്നുവാണ്.
ഇതുവരെ ഒടിഞ്ഞിട്ടില്ല, പക്ഷെ ആ തോന്നൽ ഉണ്ടാവുമ്പോൾ തന്നെ ഭയം തോന്നും. അതേസമയം ഒരാൾ നമ്മളോട് വന്ന് പറയാണ്, നാളെ ഇന്ന ആളുകൾ ചേർന്ന് നിൻ്റെ കൈയും കാലുമൊക്കെ തല്ലി ഒടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിന്നെ കൈകാര്യം ചെയ്യാൻ അവരവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയമല്ല തോന്നുന്നത്, മറിച്ച് ക്രോധമാണ് തോന്നുന്നത്. അപ്പം നമ്മൾ എന്ത് പറയും? ആഹാ, അവരങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടോ, വരട്ടെ നമുക്ക് അപ്പം നോക്കാം എന്ന് നമ്മൾ ദേഷ്യത്തോടു കൂടി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജ്യോത്സ്യൻ വന്ന് പറയുന്നു, നാളെ നിങ്ങളുടെ കൈയും കാലുമൊക്കെ ഒടിയാൻ സാധ്യത കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭയം തോന്നും. പക്ഷേ ഇന്ന ആളുകൾ നാളെ നിൻ്റെ കൈയും കാലും തല്ലി ഒടിക്കും എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഭയമല്ല, മറിച്ച് ക്രോധമാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കാരണം അവിടെ വിസിബിൾ ആകണമെന്നില്ല ഭയം തോന്നാൻ. പക്ഷേ ക്രോധം തോന്നണമെങ്കിൽ നമുക്കത് അറിയാമായിരിക്കണം, കൃത്യമായിട്ട് അറിയാമായിരിക്കണം. അപ്പം അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബാക്കി നോക്കാം. भय का विषय 2 रूपों में सामने आता है, असाध्य रूप में और साध्य रूप में. असाध्य विषय वह है जिसका किसी प्रयत्न द्वारा निवारण असंभव हो या असंभव समझ पड़े. साध्य विषय वह है जो प्रयत्न द्वारा दूर किया या रखा जा सकता हो. ഭയമുണ്ടാകാൻ കാരണമാകുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഭയ കാ വിഷയ് 2 रूपों में सामने आता है. ശുക്ലജിയുടെ അഭിപ്രായം എന്തെന്നാൽ ഭയത്തിൻ്റെ വിഷയം, ഭയമുണ്ടാകാൻ കാരണമാകുന്ന വിഷയങ്ങളെ അദ്ദേഹം 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഭയ കാ വിഷയ് 2 रूपों में सामने आता है, അസാധ്യ रूप में और സാധ്യ रूप में. ഇനി അത് രണ്ടും ഓരോന്നും എന്താണെന്ന് പറഞ്ഞിരിക്കുകയാണ്. असाध्य विषय वह है जिसका किसी प्रयत्न द्वारा निवारण असंभव हो या असंभव समझ पड़े. അസാധ്യ വിഷയം എന്ന് പറഞ്ഞാൽ സാധ്യമല്ലാത്തതെന്നാണ്, പറ്റാത്തത്, കഴിയാത്തത് എന്നൊക്കെയാണ് അർത്ഥം. ഇംപോസിബിൾ എന്നാണ് അർത്ഥം. അതായത് ഒരു തരത്തിലും നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത, ഇല്ലായ്മ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്ന വിഷയങ്ങളാണ് അസാധ്യ വിഷയം. എന്നുവെച്ചാൽ ഭയം ഉണ്ടാകാൻ കാരണമാകുന്ന വിഷയം ഇന്നതാണെന്ന് നമുക്കറിയാം, പക്ഷെ അതിനെ ഒരു തരത്തിലും തുടച്ചു നീക്കാനായിട്ട്, ഇല്ലായ്മ ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ ഉള്ളിലങ്ങ് തോന്നുകയാണ്, ഉറപ്പിച്ച് നമ്മുടെ മനസ്സിലങ്ങ് തോന്നുകയാണ്. അങ്ങനെയുള്ള വിഷയങ്ങളാണ് അസാധ്യ, ഇംപോസിബിൾ. സാധ്യ വിഷയ വഹ ഹൈ ജോ പ്രയത്ന ദ്വാര ദൂർ കിയാ യാ റഖാ ജാ സക്താ ഹോ. സാധ്യ എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ളത് എന്നാണ് അർത്ഥം, പോസിബിൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഭയത്തിൻ്റെ വിഷയം, കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി, നമുക്കതിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും, ഇല്ലായ്മ ചെയ്യാം എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. അതാണ് സാധ്യ വിഷയം. ഇനി ഈ 2 കാര്യങ്ങളെയും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. 2 मनुष्य एक पहाड़ी नदी के किनारे बैठे या आनंद से बातचीत करते चले जा रहे थे. इतने में सामने शेर की दहाड़ सुनाई पड़ी. यदि वे दोनों उठकर भागने, छिपने या पेड़ पर चढ़ने आदि का प्रयत्न करें तो बच सकते हैं. അപ്പം അദ്ദേഹം പറയാണ്, 2 സുഹൃത്തുക്കൾ ഏതെങ്കിലും ഒരു കാടിനോട് ചേർന്നുള്ള ഏതെങ്കിലും ഒരു നദിക്കരയിൽ ഇരിക്കുകയാണ്. അതും അല്ലെങ്കിൽ കാടിൻ്റെ പാതയിലൂടെ, വനംപാതയിലൂടെ സംസാരിച്ച് നടന്നു പോവാണ്. ആ സമയത്ത് അവർ എവിടുന്നോ ഒരു സിംഹത്തിൻ്റെ ഗർജനം കേൾക്കുന്നു. ആ സമയത്ത് അവരുടെ ഉള്ളിൽ ഭയം ജനിക്കുന്നു. ഒന്നെങ്കിൽ, അപ്പോൾ അവർക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ അവർക്ക് രക്ഷപ്പെടാം, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഓടി ഒളിക്കുക, അതും അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുക, അങ്ങനെ അവർക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഈ ഭയം കാരണം അനങ്ങാൻ പറ്റാതെ അവരവിടെ അങ്ങ് നിന്ന് പോവാണ് സ്തബ്ധരായിട്ട്. ഈ 2 കാര്യങ്ങളായിരിക്കും അവിടെ സംഭവിക്കുന്നത്. അപ്പം രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം അവിടെ. അപ്പം അത് സാധ്യ വിഷയമാണ്, രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പം അതാണ് സാധ്യ വിഷയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. विषय के साध्य या असाध्य होने की धारणा परिस्थिति की विशेषता के अनुसार तो होती है, पर बहुत कुछ मनुष्य की प्रकृति पर भी अवलंबित रहती है. തുടർന്ന് ശുക്ലജി പറയാണ്, ഭയമുണ്ടാകാൻ കാരണമായിട്ടുള്ള വിഷയം സാധ്യ ആകണോ അസാധ്യ ആകണോ
എന്ന് തീരുമാനിക്കുന്നത് കുറേയൊക്കെ ആ അറ്റ്മോസ്ഫിയറാണ്, സാഹചര്യമാണ്, നമ്മൾ നിൽക്കുന്ന അല്ലെ ആ ഭയം ഉണ്ടായിട്ടുള്ള സാഹചര്യമാണ്. പിന്നെ ബാക്കി നമ്മുടെ മനുഷ്യരുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ സിംഹത്തിൻ്റെ ഗർജനം കേൾക്കുന്ന സമയത്ത് 2 സുഹൃത്തുക്കളുണ്ട്. സിംഹത്തിൻ്റെ ഗർജനം കേൾക്കുന്ന സമയത്ത് അവിടെ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം, അവരുടെ ചുറ്റുമുള്ള സാഹചര്യം അവർക്ക് രക്ഷപ്പെടാൻ ഉള്ള അനുകൂലമായൊരു സംഗതിയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഓടി ഒളിക്കാനുള്ള ഒരവസരമുണ്ട്. അപ്പം അതിൽ ഒരാൾ തരിച്ച് നിന്നു പോയി എന്ന് വിചാരിക്കുക, അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മറ്റേ ആൾ അവസരോചിതമായിട്ട് ഇടപെട്ട് പെട്ടെന്ന് തന്നെ സർവ്വശക്തി ഉപയോഗിച്ച് ഓടി ഒളിച്ചു, അല്ലെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മേലെ കയറി എന്ന് വിചാരിക്കുക. അപ്പോൾ അയാളെ സംബന്ധിച്ചത് സാധ്യ വിഷയമാണ്. ഒരാൾ രക്ഷപ്പെട്ടു, ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അവിടെ അങ്ങ് തരിച്ചു നിന്നുപോയി. അപ്പം അതാണ് പറഞ്ഞത്, വിഷയം സാധ്യമാകണോ അസാധ്യമാകണോ എന്ന് തീരുമാനിക്കുന്നത് ഒന്ന് ആ സാഹചര്യമാണ്, മറ്റേത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഇത്തിരി ധൈര്യശാലിയായ കൂട്ടുകാരൻ ഓടി രക്ഷപ്പെട്ടു, മറ്റവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവൻ നിസ്സഹായനാണ്, അവൻ അവിടെ തന്നെ നിന്നുപോയി. അതാണ് മനുഷ്യൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. विषय के साध्य या असाध्य होने की धारणा परिस्थिति की विशेषता के अनुसार तो होती है, पर बहुत कुछ मनुष्य की प्रकृति पर भी अवलंबित रहती है. അപ്പം അതൊന്ന് നോട്ട് ചെയ്തോണം. വിഷയം സാധ്യമാകണോ അസാധ്യമാകണോ എന്ന് തീരുമാനിക്കുന്ന 2 ഘടകങ്ങളാണ്. ഒന്ന് പരിസ്ഥിതിക്ക് വിശേഷത, സിറ്റുവേഷൻ എന്താണ്. 2 മനുഷ്യക്ക് പ്രകൃതി പർ, മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത്. ക്ലേശ് के कारण का ज्ञान होने पर उसकी अनिवार्यता का निश्चय अपनी विवशता या अक्षमता की अनुभूति के कारण होता है. यदि यह अनुभूति कठिनाइयों और आपत्तियों को दूर करने के अनभ्यास या साहस के अभाव के कारण होती है तो मनुष्य स्तंभित हो जाता है और उसके हाथ पांव नहीं हिल सकते. पर कड़े दिल का साहसी आदमी पहले तो जल्दी डरता नहीं और डरता भी है तो संभल कर अपने बचाव के उद्योग में लग जाता है. ആണ് പറഞ്ഞ മനുഷ്യൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാക്കിയ അല്ലെ ഭയം ഉണ്ടാക്കിയ കാരണത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു. സിംഹത്തിൻ്റെ ഗർജനം കേട്ടു, അതാണ് നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് മനസ്സിലാക്കുകയാണ്, കാടാണ്, കൊടും കാടാണ്, എവിടുന്ന് വേണമെങ്കിലും അത് എപ്പോൾ വേണമെങ്കിലും ചാടി വീഴാം. പക്ഷേ പെട്ടെന്ന് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മേലെ വല്ലതും കയറിയിരുന്നാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഉടനെ തന്നെ ഓടി രക്ഷപ്പെടുന്നു. അതേസമയം രണ്ടാമത്തെ സുഹൃത്തിന് ഓടാൻ പറ്റിയില്ല. അയാളുടെ സ്വഭാവം രൂപപ്പെട്ടിരിക്കുന്നത്, അയാൾ അത്ര സാഹസി ധൈര്യശാലിയൊന്നുമല്ല, അയാളെ അങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്, അയാളുടെ സമൂഹം അയാളെ അങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ച് അനങ്ങാൻ പറ്റത്തില്ല, അയാൾ തീർത്തും നിസ്സഹായനാണ്, കൈയും കാലും ഒന്നും ചലിപ്പിക്കാൻ പറ്റത്തില്ല, അവിടെ നിന്ന് വിയർക്കത്തേ ഉള്ളൂ. അപ്പം അതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. ക്ലേശ് के कारण का ज्ञान होने पर उसकी अनिवार्यता का निश्चय अपनी विवशता या अक्षमता की अनुभूति के कारण होता है. നമുക്ക് കഴിവില്ല അല്ലെങ്കിൽ നമ്മുടെ നിസ്സഹായ അവസ്ഥയാണ്, അത് കാരണം നമുക്ക് ആ സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. यदि यह अनुभूति कठिनाइयों और आपत्तियों को दूर करने के अनभ्यास या साहस के अभाव के कारण होती है तो मनुष्य स्तंभित हो जाता है और उसके हाथ पाव नहीं हिल सकते. അപ്പം നമ്മുടെ ഉള്ളിൽ ഭയം തോന്നി, പക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, നമുക്ക് അതിനുള്ള കഴിവില്ല, അല്ലെങ്കിൽ നമ്മൾ നിസ്സഹായനാണ് എന്ന് തോന്നിപ്പോവുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഇന്നേ വരെ ഇത്തരം സിറ്റുവേഷൻസ് നേരിട്ടിട്ടുണ്ടാവില്ല. നമുക്കിങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ, ഒരു ആപത്ത് സംഭവിച്ചാൽ എങ്ങനെ അതിൽ നിന്നും പുറത്ത് കടക്കാമെന്ന് നമുക്കറിയില്ല. കാര്യം നമ്മുടെ സ്വഭാവം അതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടില്ല, നമുക്കങ്ങനെ ഒരു സാഹചര്യം ഇതേവരെ ഉണ്ടായിട്ടില്ല ആ രീതിയിൽ. അതുകൊണ്ട് നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുമില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെന്ത് ചെയ്യും? അവിടെ നിന്ന് നിപ്പിൽ നിന്ന് വിയർക്കും, കൈയും കാലും ചലിപ്പിക്കാൻ പറ്റത്തില്ല, ആകപ്പാടെ വല്ലാതെ സ്തംഭിച്ച് നിൽക്കും. पर कड़े दिल का साहसी आदमी पहले तो जल्दी डरता नहीं और डरता भी है तो संभल कर अपने बचाव के उद्योग में लग जाता है. അതേസമയം ഇത്തിരി ധൈര്യശാലി ആയിട്ടുള്ള, മനസ്സിന് ഇച്ചിരി ഉറപ്പൊക്കെയുള്ള, കല്ലുപോലെ ഹൃദയമുള്ള എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ
ഒന്നാമത്തെ കാര്യം, അയാൾ പെട്ടെന്ന് അങ്ങനെ പേടിക്കില്ല. ഇനി അഥവാ അയാൾക്ക് പേടിയുടെ ഭയത്തിൻ്റെ ഒരു തോന്നലുണ്ടായാൽ തന്നെ തൊട്ടടുത്ത നിമിഷം അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ഉപായവും അദ്ദേഹം കണ്ടെത്തും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു ശ്രമവും അയാൾ നടത്തിയിരിക്കും. അതാണ് മനുഷ്യൻ്റെ സ്വഭാവത്തെ ബേസ് ചെയ്ത് ഭയത്തിൻ്റെ വിഷയത്തെ അദ്ദേഹം താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നത്.